നമ്മളിപ്പോൾ ഒരു സ്ഥലം വരെ പോവുകയാണ്. നല്ല ലേറ്റായി, പെട്ടെന്നുള്ള ഒരു അപ്രതീക്ഷിതമായിട്ടുള്ളൊരു പെട്ടെന്നായിട്ടുള്ളൊരു തീരുമാനമായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് കൈ കിട്ടി കുറച്ച് സാധനങ്ങളൊക്കെ വേഗം പാക്ക് ചെയ്ത് വേഗം അങ്ങ് വിട്ടു. ഇപ്പോൾ നമ്മൾ നേരെ അങ്ങ് ഇറങ്ങി. ഇപ്പോൾ നമ്മൾ ബസ്സിനല്ല ട്രെയിനായിട്ട് പോവുകയാണ്. ഗോ ട്രെയിൻ. നമ്മുടെ ട്രെയിൻ ഇവിടെ എത്തിയിട്ടുണ്ട്. കിടക്കോ ഒരിക്കേ ഇവിടെ നിന്ന് നമുക്കിനി ഒരു ട്രെയിൻ കേട്ട് വേണം. ഒരു ട്രെയിനിൽ കേട്ട് വേണം നമുക്കിനി സ്പോട്ടിലോട്ട് എത്താൻ. എന്തായാലും നമുക്ക് പോവാം. ചോദിച്ചു പോവാം. ചോദിച്ചു പോവാം. അവിടെ ഇരിക്കാം, കുഴപ്പമില്ല. ഞങ്ങളങ്ങനെ ട്രെയിനിൽ കയറി. പിന്നെ നമ്മൾ യൂണിയനിൽ എത്തുമ്പോൾ ഇറങ്ങണം, വേണ്ട അല്ലേ? ഇറങ്ങണ്ട, ആ സെയിം ട്രെയിനിൽ തന്നെ നമ്മൾ അവിടെ എത്തും. ട്രെയിനിൽ എത്തിയിട്ട് പിന്നെ ഞങ്ങൾ നയഗ്രയ്ക്കാണ് പോകുന്നത്. അപ്പോൾ നയഗ്രയിൽ രാത്രിയിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാനുള്ള സംഭവങ്ങളൊക്കെ കണ്ടിട്ട് നമുക്കങ്ങനെ അങ്ങ് പോവാം. ഇപ്പം ഞങ്ങൾ വേഗം ഇറങ്ങിയപ്പോൾ ഞങ്ങൾ വീക്കെൻഡ് പാസ് എടുത്തിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പം നമ്മൾ ആ വീക്കെൻഡ് പാസ് എടുക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ദിവസം എന്തോരം നമ്മൾ ട്രാവൽ ചെയ്താലും നമുക്ക് ആ ഒരു $10 ആവുള്ളൂ അല്ലേ? അങ്ങനെയല്ലേ? നമ്മളിപ്പോൾ ഫസ്റ്റ് നമ്മളൊരു വീക്കെൻഡ് പാസ് എടുത്തു. ശനി ഞായർ ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ വീക്കെൻഡ് പാസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബസ്സിനാണെങ്കിലും ട്രെയിനാണെങ്കിലും നമുക്ക് ആ ഒരു 24 മണിക്കൂർ നേരത്തേക്ക് നമുക്ക് ഫ്രീ ആക്സസ് ആയിരിക്കും. അപ്പോൾ എങ്ങനെ പോകുകയാണെങ്കിലും നമുക്ക് ആ ഒരു ദിവസത്തിൽ $10 ആവുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ സമയത്ത് ഇപ്പോൾ ഒരു 6 മണിക്ക് നമ്മൾ പാസ് എടുത്തേക്കാണ്. അപ്പോൾ നമുക്ക് നാളെ വൈകുന്നേരം 6 മണി വരെ നമുക്ക് പാസ് ഉണ്ട്. നമുക്ക് കൂളായിട്ട് പോകാം. നമുക്ക് ഒരു ദിവസത്തെ പാസ്സായിട്ടുണ്ട്. നമ്മളങ്ങനെ പോവാണ്. പിന്നെ ഇനി നമുക്ക് ബുക്ക് ചെയ്യണം. നമ്മൾ താമസിക്കാനുള്ള ഇതൊന്നും നമ്മൾ സെറ്റാക്കിയിട്ടില്ല. അപ്പോൾ അതെല്ലാം ഈ ട്രെയിനിൽ ഇരിക്കുന്നു. 1 അവർ, ഏകദേശം ഒരു 1 അവറോളം ട്രാവലുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ സെറ്റാക്കണം. ഞങ്ങളത് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ നന്നായിട്ട് വിശക്കുമായിരുന്നു. ചായ കുടിച്ചിട്ടൊക്കെയാണ് ഇറങ്ങിയത് കാര്യം. അപ്പോൾ അത് പക്ഷെ എന്നാലും ഇവിടെ എത്തിയപ്പോൾ എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കരമായിട്ട് പെട്ടെന്ന് എല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോൾ വിശന്നു. അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. നാട്ടിലൊക്കെ ആണെങ്കിൽ ഈ ഒരു സമയത്ത് ശരിക്കും മിസ് ചെയ്തു. നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചായ കാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സാധനങ്ങളും കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ വരുന്നുണ്ട്, നമുക്ക് നല്ലതാണ്. പക്ഷേ ഇവിടെ അങ്ങനെയുള്ള സംവിധാനമൊന്നുമില്ല. ഒരു ട്രെയിനും ഇല്ല. വയ ട്രെയിനും വരുമോ? വയ ട്രെയിനിൽ ഞാൻ പോയിട്ടില്ല. ഞാൻ പോയിട്ടില്ല. നമ്മുടെ നാട്ടിലും പൈസ കൊടുക്കണമല്ലോ. അല്ല അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇത് ഇത്രയും വർഷം വന്നിട്ടും, ഇത്രയും വർഷമായി ഞാനിവിടെ വന്നിട്ട് 2 വർഷമായി, 2.5 വർഷം ആവാറാവുന്നു. പക്ഷേ നയഗ്രയിൽ ഇത്രയും വർഷമായിട്ടും കാനഡയിൽ വന്നിട്ട് ഓണ്ടാരിയിലുള്ള ആൾ നയഗ്രയിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് മോശമല്ലേ? അപ്പോൾ തണുപ്പൊന്നും നോക്കിയില്ല, തണുപ്പൊന്നും ആയിട്ടില്ല, എന്നാലും അങ്ങ് പോകുന്നു വെച്ചു. ഞാൻ നിന്നെ തന്നെയാണ് നോക്കുന്നത്. അല്ല, കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല. നമുക്കിനി ട്രെയിൻ ഇറങ്ങിയിട്ട് കാണാം, അതായിരിക്കും ബെസ്റ്റ്. ഓക്കെ, നമ്മളങ്ങനെ ഇവിടെ ഇറങ്ങി നടക്കും. ചാർജൊക്കെ കുറവാണ്. നമ്മളിവിടെ എത്തി. ഇനി നമുക്ക് ബസ്സിൽ കയറണം. Union and here. So this is the one we got. This is the guy along the way. പിന്നെ അവിടെ ഓക്കെ, ഇവിടെ ഒന്ന് ഇരിക്കാം. ഇവിടെ കയറി നമ്മളിപ്പോൾ ബസ്സിൽ കയറി ഇരിക്കുകയാണ്. ഇനി എത്ര, 1 മണിക്കൂറോളം ഉണ്ടെന്നു. 1 അവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഏജാക്സ് ഗോസ്റ്റേഴ്സ് ആണ്. ഏജാക്സ് എന്നാണ്. അവിടുന്ന് നമ്മൾ യൂണിയനിൽ എത്തി. അവിടുന്ന് സെയിം ട്രെയിൻ പിടിച്ചിട്ടാണ് നമ്മൾ ബെർലിൻ ടെങ്കോയിൽ എത്തി. അവിടുന്ന് ബെർലിൻ ടെങ്കോന്ന് ഗോസ്റ്റേഴ്സ് പിടിച്ചിട്ട് ഇപ്പോൾ നമ്മൾ നയാഗ്ര ഫാൾസിലേക്ക് വന്നു. സമയം ഏകദേശം 7:57 ആവുന്നു. നമ്മൾ തുടങ്ങിയത് ഏകദേശം ഒരു 5:50
5:50. 5 സെപ്റ്റംബർ 20. നമുക്ക് നേരെ തിരിച്ചു പിടിക്കാം. നമുക്ക് നയഗ്ര കറങ്ങിയിട്ട് നമുക്ക് കാണാം. നയലെത്തി ഒരു 1 hour കൊണ്ട് ഒരു 8:57 നയലെത്തും. അവിടുന്ന് നമ്മളെത്തി നേരെ ഹോട്ടലിൽ കയറിയിട്ട് പിന്നെ ബാക്കി പരിപാടികൾ. നേരത്തെ നമ്മൾ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തത് നയഗ്ര ഫാൾസിന് കുറച്ച് മുമ്പുള്ള ഒരു ലൊക്കേഷനിലാണ്. അപ്പോൾ അവിടേക്ക് നമുക്ക് പോകണമെങ്കിൽ ജസ്റ്റ് ഒരു ½ an hour to 40 minutes യാത്ര ഉള്ളൂ. തൊട്ട് മുമ്പത്തെ സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ മതി. നമ്മൾ പോകുന്നേക്കാം. നമുക്ക് 3 സ്റ്റോപ്പ് കഴിഞ്ഞിട്ടാണ് നയഗ്ര ഫാൾസ് വരുന്നത്. 3rd സ്റ്റോപ്പാണ്. അപ്പോൾ നമ്മൾ 2nd സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ നമുക്ക് ഹോട്ടലിൻ്റെ അടുത്തെത്താം. അവിടെ നമുക്ക് സാധനങ്ങൾ വെച്ചിട്ട് പിന്നെ നമുക്ക് നയഗ്ര ഫാൾസിലേക്ക് പോകും. അപ്പോൾ അടുത്ത സ്റ്റോപ്പിൽ നമ്മൾ ഇറങ്ങും. സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ഫെയർ വ്യൂവിലാണ്. ഇനി വരുന്ന സ്റ്റോപ്പ് ഫെയർ വ്യൂ ആണ്. ഇനി അടുത്ത് നമുക്ക് സ്റ്റാൻലി അവന്യൂവിൽ നമുക്ക് ഇറങ്ങണം. പിന്നെ അവിടെ നിന്ന് നമ്മുടെ ഹോട്ടലിൽ പോയി ഇതാക്കണം. ഇന്ന് നല്ല മഴയുള്ള ദിവസമാണ്. നല്ല മഴയുണ്ട്, കണ്ടില്ലേ? ക്ലിയർ ആവുന്നില്ല ഒന്നും. മഴത്തുള്ളികൾ ക്ലിയർ ആവുന്നുണ്ട്. തണുപ്പാവോ എന്തോ. പക്ഷെ തണുപ്പ് വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. മഴയില്ല തോന്നുന്നുണ്ടോ? അതല്ല, അല്ലെങ്കിൽ വീണ്ടും തുള്ളികൾ വരില്ല. ഇപ്പോൾ മഴയില്ല, മഴ കഴിഞ്ഞു. ബസ് ഇറങ്ങി, പക്ഷെ കട്ട മഴയാ, നല്ല മഴയായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ അവസാനം നമ്മുടെ ഹോട്ടലിലെത്തി. അവിടെ ബാഗൊക്കെ ഒന്ന് വെച്ച് സെറ്റാക്കി ഒന്ന് ഫ്രഷായിട്ട് നമ്മളടുത്തുള്ള ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നല്ല അടിപൊളി ബിരിയാണിയും കഴിച്ച് അവിടെ നിന്ന് നേരെ നമ്മൾ നയഗ്ര ഫാൾസിലേക്ക് അങ്ങ് യാത്രയാവുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നുണ്ടോ? കാണുന്നുണ്ടോ? രാത്രിയിലെ വ്യൂവിനേക്കാളും നല്ലത് പകലായിരിക്കും കേട്ടോ. കളറ് ആക്കിയേക്കോ വെള്ളത്തിൽ. നമ്മളെങ്ങനെ അറ്റ് ലാസ്റ്റ് വാട്ടർഫോൾസ് രാത്രിയിലുള്ള ലോങ് ഷോട്ട് കാണിക്കും. ഇത് കാണുമ്പോൾ വെള്ളം മാത്രം ആൾക്കാരാണല്ലോ. അവിടെ ഫുള്ള് വെള്ളം അങ്ങനെ മാറി. ലോങ് വ്യൂ കാണിക്കും. വാട്ടർഫോൾസ് മനസ്സിലാവാ. ഇത് ഈ ആകാശം മനസ്സിലാവും. വാട്ടർഫോൾസ് ആണ്. ഇത് ആകാശമല്ല, ഇത് വാട്ടർഫോൾസാ. ഓ പിന്നെ രസമോ? അത്ര രസമൊന്നുമില്ല. രാവിലെ നല്ല രസമായിരിക്കും അല്ലേ? പക്ഷെ രാത്രിയിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ആ കളറുകൾ മാറുന്നു, അത്രയല്ലേ ഉള്ളൂ. അത് നിനക്ക് പകല് കാണാൻ പറ്റില്ല, അത് രാത്രി കാണാൻ പറ്റുള്ളൂ. അത് മോനെ ലോങ് സൂം ചെയ്യും മോനെ. നീ ഇങ്ങനെ കാണിച്ച ആൾക്കാർ ചാടിക്കും. ഇൻഷുറൻസ് ഞാൻ ക്ലെയിം ചെയ്തോളാം മോളെ. ധൈര്യമായിട്ട് ചാടിക്കോ നീ. ഇൻഷുറൻസ് ഞാൻ ക്ലെയിം ചെയ്തോളാം. 1 million ധൈര്യമായിട്ട് എനിക്കത് കിട്ടിക്കോളും. ഒരു കുഴപ്പമില്ല. അങ്ങനെ ഡോണയുടെ ചിരകാല ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നയഗ്ര വാട്ടർഫാൾസ് കണ്ടില്ല, നയഗ്ര വാട്ടർഫാൾസ് എത്തിയില്ല എന്നൊക്കെ. അടിച്ചുപൊളിയാ, സൂപ്പർ. മഴയുണ്ട്. മഴയത്ത് വേണ്ട നമ്മൾ വാട്ടർഫാൾസ് വരാം. അപ്പോഴല്ലേ അതിൻ്റെ ഒരു ഗുമ്മുള്ളൂ. നല്ല മഴയുണ്ട്. കിട്ടുവോ? മഴയില്ലാക്കിയില്ലേ? വെള്ളച്ചാട്ടത്തിലെ മഴവില്ല. അത് കൊള്ളാലോ. മഴവില്ല ആകാശം ഉണ്ടല്ലോ, ഭൂമിയിൽ മഴവില്ല ഉണ്ടല്ലോ. അതേ കണ്ടോ വെള്ളച്ചാട്ടത്തിൽ മഴവില്ലേ? ഇത് കിട്ടില്ല. ഇത് ലൈറ്റ് ആണോ? എന്ത് ഈ ഇടയ്ക്ക് ഈ ലൈറ്റ് അവിടുന്ന് വരുന്ന ലൈറ്റാ. പക്ഷെ ഈ പുക വരുന്ന വെള്ളച്ചാട്ടത്തിന് വെള്ളം താഴേക്ക് പതിക്കുമ്പോൾ മുകളിലേക്ക് നീരാവി പൊങ്ങുന്നതാണ് ഈ പുകയായിട്ട് വരുന്നത്. മനസ്സിലായോ? അതിന്റെ ഒരു ശാസ്ത്രീയമായ സയന്റിഫിക് തത്വം ഉണ്ട് അതിന്. ഞങ്ങള് വെള്ളച്ചാട്ടത്തിൽ വന്നിട്ട് കണ്ടില്ലേ, വെള്ളമാണോ മഴയാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. മഴയാ, കുറച്ചടുത്ത് വെള്ളച്ചാട്ടമായിരുന്നു. ഇപ്പൊ മഴയാ. വേറെ വഴിയില്ല. തണുപ്പ് നനഞ്ഞ് കുളിച്ച് പോയിസ്. ക്ലൈമറ്റ് ഒക്കെ നോക്കിയിട്ടൊക്കെയാ വന്നത്. പക്ഷെ എന്ത് ചെയ്യാം, ഇവിടെ വന്നപ്പോ മഴയൊന്നും കാണിച്ചില്ല. പക്ഷെ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ ഇറങ്ങിയതാ. എന്നിട്ട് അവസാനം നനഞ്ഞ് കുളിച്ച് മുളക്കോഴി പോലെ വരേണ്ടി വന്നു. നല്ല തണുപ്പുണ്ട്. ആദ്യം തണുപ്പുണ്ട്.
അതുകൊണ്ട് നല്ല കിടലൻ. മഴ അത്ര ഇല്ല, ചെറിയൊരു ചാറ്റൽ മഴ. അതുകൊണ്ട് നമുക്ക് വ്ളോഗ് വലിയ കുഴപ്പമില്ല ചെയ്യാൻ പറ്റി. ഞാൻ അതൊന്നും കാണിച്ചു, ആ സൈഡ് ഒന്ന് കാണിക്കും. കാണിച്ചു തരാം. നമ്മുടെ പ്രേക്ഷകർ അതൊക്കെ കാണട്ടെ. എൻ്റെ ഫോണ് ഓക്കെ. എന്നിട്ട് ആ സൈഡിലൂടെയൊക്കെ നമ്മള് ആ ഭാഗത്തൂടെ നമ്മള് മറ്റേ ഇതില് പോവാ, കപ്പലില് പോവാ. ആണോ? എന്തായാലും മോർണിംഗിൽ കുറച്ച് നന്നായിട്ട് കാണിച്ചു തരാം. നൈറ്റിൽ ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നൈറ്റ് ഒന്നും കാണുകയില്ല. ടോപ്പൂസ് വെള്ളവും വെള്ളച്ചാട്ടം കണ്ട സന്തോഷത്തില് എന്തൊക്കെയൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ കാണാൻ പറ്റില്ല, അതിൽ കുറച്ച് മോർണിംഗ് ആവട്ടെ, അപ്പോൾ നല്ല കിടലായിട്ട് കാണാൻ പറ്റും വ്യൂ. പോവാം. നമ്മുടെ നാട്ടിലെ ചായക്കടയാണ്. സത്യം പറഞ്ഞാൽ അത് മഴയായിരുന്നില്ല ഗൂയിസ്. അതാ വെള്ളച്ചാട്ടം അടുത്ത് നിന്നപ്പോൾ അവിടുത്തെ വെള്ളച്ചാട്ടത്തിന്റെ സമയത്ത് വെള്ളം ഇങ്ങനെ തെറിക്കുന്നതാണ് മൊത്തം ചെറിയ ചാറ്റൽ പോലെ. അതായിരുന്നു ഗൂയിസ്. അതിന്റെ സത്യാവസ്ഥ മനസ്സിലായി. ഓക്കെ, എന്നത് പറയുന്നില്ല. അങ്ങനെ ഞങ്ങൾ തൽക്കാലം നൈറ്റ് ലൈഫ് മാറ്റിക്കൊണ്ട് ഞങ്ങൾ വിട വാങ്ങുകയാണ്. പക്ഷെ ഞങ്ങൾ വീണ്ടും വരും, നാളെ രാവിലെ വീണ്ടും വരും. പക്ഷെ നൈറ്റ് ഓക്കെ, ആ ഒരു മഴവിലൊക്കെ കുറച്ച് നേരം കാണാൻ നല്ലതാണ്. പക്ഷെ എനിക്ക് അത്ര അന്ന് വന്ന സമയം പിന്നെ മഴയും ഒരു 7 മണി 8 മണി, അതായത് നൈറ്റ് ആയി തുടങ്ങുന്ന ഒരു സമയമാകുമ്പോൾ ചെറുതായിട്ട് ലൈറ്റ് ആണ്. അപ്പൊ നമുക്ക് വെളിച്ചവും കാണാം, എന്നാൽ വെട്ടത്തിന്റെ ഒരു എഫക്റ്റും കാണാം. പേടിക്കണ്ട, നമുക്ക് 7 മണിക്കും വരാം, നോ പ്രോബ്ലം. 7 മണി അല്ല, 6:00 അങ്ങോട്ട് തുടങ്ങുന്നു. അപ്പൊ ആ നേരത്തെ വന്നിട്ട് നമുക്ക് വേഗം ഒന്ന് കാണാമല്ലോ. ഞങ്ങള് കഴിക്കാൻ വന്നു, പിന്നെ കഴിക്കാനൊക്കെ കുറച്ചൊന്ന് ലേറ്റ് ആയി. അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്ലാൻ ഫുൾ അങ്ങ് ചേഞ്ച് ആയി. നോ പ്രോബ്ലം. രാവിലെ പ്ലാൻ ഇല്ലാതെയാണ് വന്നത്. അപ്പൊ പിന്നെ ഒരു പ്രശ്നമില്ല, പ്ലാനിലാണെന്നൊരു ഇത്രയ്ക്കും സംഭവിച്ചില്ലേ. അപ്പൊ നാളെ രാവിലെ നമുക്ക് തകർക്കാം. നമ്മളപ്പോൾ വിചാരിക്കും നമ്മൾ മാത്രമേ വന്നിട്ടുള്ളൂ. നമ്മൾ മാത്രമല്ല, ഒരുപാട് പേര് ഇവിടെ നൈറ്റ് ലൈഫിനായിട്ട് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും വെള്ളച്ചാട്ടൻ്റെ ഭാഗം വെള്ളച്ചാട്ടമൊക്കെ കണ്ടുവന്ന് മനസ്സ് തണുപ്പിക്കാനും അതുപോലെ ഒന്ന് നൈറ്റ് ലൈഫ് ആഘോഷിക്കാനായിട്ട് കൂടെ നമ്മളും. ഇപ്പം ഞങ്ങൾ വിചാരിച്ചു ഇന്നിപ്പോൾ എന്തായാലും കുറച്ചും കൂടെ ഒന്ന് ഉറക്കം വരുന്നവിടെ ഉറക്കം വരുന്നതാണ് ഇവിടെ നടക്കുക. അതുകൊണ്ട് ഉറക്കം വരുമ്പോൾ എൻ്റെ തോളത്തങ്ങ് ചാഞ്ഞാൽ മതി, ഞാൻ എടുത്ത് കൊണ്ടുപോകണമല്ലോ. എനിക്കൊന്ന് ചായ കുടിക്കണം. ഓക്കെ, ചായ കുടിക്കാം. എവിടെ ടീം എവിടെ? 12:30 ആയതാണ് എൻ്റെ ബലമായ സംശയം. യെസ്, ഇറ്റ്സ് 12:30. അപ്പൊ നേരെ ശരിക്കും സമയം 12:14 AM സെപ്റ്റംബർ 29. നമ്മളെവിടെയാണ്? നയാഗ്ര ഫാൾസിന് അടുത്ത് നമ്മൾ നിൽക്കുന്നുണ്ട്. നമ്മൾ വീണ്ടും ഇവിടെ വരും. ഒരു 6 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും നമ്മൾ രാവിലെ വരും. എന്നിട്ട് ഇവിടെ നമ്മൾ വീണ്ടും എക്സ്പ്ലോർ ചെയ്യും, അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ പോയി കാണും. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസ് ഒക്കെ കണ്ടിട്ടാണ് നമ്മളിന്ന് പോകുന്നുള്ളൂ. നീ വെള്ളം ഇഷ്ടപ്പെടുന്ന ആളല്ലേ, വെള്ളം കണ്ട് മനസ്സ് തണുപ്പിക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നീ ഇവിടെ അങ്ങ് കൂടുവോ? ഞാൻ ഒറ്റയ്ക്ക് തിരിച്ചു പോകേണ്ടി വരുമോ ജാക്സിലോട്ട്? പറയാൻ പറ്റാല്ലേ. അത് US, ഇത് കാനഡ. യെസ്, ദാറ്റ്സ് US. നമ്മൾ ഓപ്പോസിറ്റ് ആണ് US. കേരളം തമിഴ്നാട് പറഞ്ഞ പോലെയാണ്. ഇപ്പുറത്ത് കാനഡ, അപ്പുറത്ത് ന്യൂസിലൻഡ്, അപ്പുറത്ത് USA. അപ്പൊ പറ്റുവാണെങ്കിൽ ഞങ്ങള് ഇനിയിപ്പോ മിക്കവാറും ഇതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് അവസാനിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് വീട്ടിലേക്ക് തിരിച്ചു പോവാണെങ്കിൽ ഇതോടെ അവസാനിക്കും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിക്കും, ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. ഞാൻ ഇനി ചായ കുടിക്കാൻ പോവാ. നീ ഇവിടെ കഥകളൊക്കെ പറഞ്ഞു ഇവിടെ ഇരി, ഞാൻ ഇപ്പൊ ചായ കുടിച്ചു വരാം. അങ്ങനെ നയാഗ്ര വാട്ടർഫാൾസ് രാത്രിയിൽ കണ്ട് നേരെ വന്ന് 12:30 ആയപ്പോൾ ചായ കുടിക്കാൻ ആഗ്രഹം പറഞ്ഞപ്പോൾ ഞാനപ്പോൾ കോഫി വാങ്ങിച്ചു കൊടുത്ത് പറ്റിച്ച് കൺവിൻസ് ചെയ്തു. ട്രിപ്പിളും പിന്നെന്താ ഇതൊന്നും സംഭവം ഡ്രീം ഡോണട്ടോ, ഒരു ഡ്രീം ഡോണട്ടാ. എടുക്കട്ടെ പോട്ടെ. എന്നാ നീ അവിടെ ചായ കുടിച്ചല്ല കാപ്പി കുടിച്ചോണ്ടിരി, ഞാൻ അത് കഴിച്ചോളാം. അങ്ങനെ ഞങ്ങൾ ടിമ്മി കയറി ഒരു കോഫിയും പിന്നെ ഒരു ഡോണറ്റൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കണം. അപ്പം ഇന്ന് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനിയിപ്പോ നമ്മുടെ റൂമിൽ പോയിട്ട് കിടന്നുറങ്ങണം. പിന്നെ രാവിലെ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഇപ്പൊ മിക്കവാറും ഇത് 2 വ്ളോഗായിട്ടായിരിക്കും ഇടുക. കാരണം നാളെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അടുത്തൊരു ഇതായിട്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ, നാളെ കാണാം.
നാളെ പാക്കലാം.